ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ചോദ്യം ഉത്തരം പങ്ക്തിയിൽ ഒരു ചോദ്യം ഇന്നലെ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, അതിന് ഉത്തരം പറയാണ്. അത് പുത്രനെ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവം തന്നെയായ പുത്രൻ തമ്പുരാനെ അറിയാത്ത കാര്യങ്ങളുണ്ടോ? മത്തായിയുടെ സുവിശേഷം 24:36 നമ്മളിങ്ങനെ കാണുന്നു: ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ മാലാഖമാർക്കോ പുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ഈ വചനം കാണാം. പുത്രനെ പോലും അറിഞ്ഞുകൂടാ. പല പാഷാണ്ഡതകൾക്കും ഇട നൽകിയിട്ടുള്ള ഒരു തിരുവചനമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ദൈവം തന്നെയായ പുത്രൻ തമ്പുരാന് അറിയാത്ത കാര്യങ്ങളുണ്ടോ? ഇതിനു മുമ്പ് ഇത് 24:36 മത്തായി 24:36. 20:23 യേശു പറഞ്ഞൊരു വചനത്തോട് ചേർന്ന് പോകുന്നതാണിത്. എൻ്റെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. അപ്പം എൻ്റെ ഇല്ലേ, സബദിപുത്രന്മാർ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശമൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ പറയാണ്, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം അത് നൽകേണ്ടത് എൻ്റെ ചുമതലപ്പെട്ടതല്ല, അത് പിതാവ് ആർക്കാണോ ഒരുക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടും. ഇതുപോലെ തന്നെ പുത്രൻ മഹത്വത്തിൽ രാജകീയമായി തിരിച്ചു വരാനുള്ള സമയവും നിശ്ചയിക്കുന്നത് പിതാവാണ്. പുത്രൻ തമ്പുരാൻ മഹത്വത്തിൽ തേജസ്സിൽ രാജകീയമായി തിരിച്ചു വരാനുള്ള സമയം അത് നിശ്ചയിക്കുന്നത് പിതാവാണ്. അക്കാര്യം യഹൂദ റബ്ബിമാരുടെ ഒരു പ്രബോധന ശൈലി അനുകരിച്ച് യേശു അതിഭാവത്വം കലർത്തി പറയുകയാണ്, പുത്രനെ പോലും അറിഞ്ഞുകൂടാ. ഞാൻ വിശദമാക്കാം. അതിഭാവുകത്വം, അതിനാടകീയത, അതിശയോക്തി, അത്യുക്തി എന്നൊക്കെ പറയാം. ഇത്തരം പ്രബോധന ശൈലി യേശു പലപ്പോഴും പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യഹൂദ റബ്ബിമാരുടെ ശൈലിയാണത്. ഒരല്പം അതിശയോക്തി കലർത്തി പറയാം. ഒരു ഉദാഹരണം പറയാം. ഈ എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. മത്തായി 21:13. കവർച്ചക്കാരുടെ ഗുഹ. രണ്ട് വാക്കുകൾ നോക്കിയാൽ, ദേവാലയം ഗുഹയാണോ? അവിടെ കവർച്ചക്കാരാണോ ഉണ്ടായിരുന്നത്? അല്ല, അവിടെ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കച്ചവടം നടത്തിയിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഈ വിജാതിയർക്കുള്ള തളം കയ്യേറി അവിടെ കച്ചവടം നടത്തിയതിനെ ഈശോ മിശിഹ വളരെ അതിശയോക്തി കലർത്തിയാണ് പറയുന്നത്, നിങ്ങളിതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അതൊരു അതിശയോക്തിയാണ്. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ്, അപ്പൻ എന്ന് വിളിക്കരുത്. യു ഷുഡ് നോട്ട് കോൾ എനിവൺ ഫാദർ ഓൺ ദി എർത്ത്. അപ്പോൾ പിന്നെ അപ്പൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? പിതാവിന് പിതാവ് എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? അതൊരു അതിശയോക്തിയാണ്. ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് മറ്റൊരപ്പനെയും വെക്കരുത് എന്നാണ് അർത്ഥം. ഒരു രാഷ്ട്രപിതാവിനെയും മറ്റൊരാളെയും സ്വന്തം അപ്പനെ പോലെയും ബയോളജിക്കൽ ഫാദറിനെ പോലും ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് വെക്കരുത് എന്നുള്ളതിനെ അത് അതിശയോക്തി കലർത്തി പറയുകയാണ്. 23:9 മത്തായി 23:9. നിങ്ങൾ അശേഷം സത്യം ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. 5:34 മത്തായി 5:34. നിങ്ങൾ സത്യം പറയരുത്, സത്യം ചെയ്യരുത്. കർത്താവ് എത്ര പ്രാവശ്യമാണ് സത്യമായി ഞാൻ നിങ്ങളോട് എന്ന് പറയണേ? സത്യമായി ഞാൻ നിങ്ങളോട് പറയണു. അശേഷം സത്യം ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവ് സത്യമായി ഞാൻ നിങ്ങളോട് പറയണു, ഇത് സത്യമാണ് എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അശേഷം സത്യം ചെയ്യരുതെന്ന് പറയുന്നത് അവിടെ അത് അല്പം അതിശയോക്തി കലർത്തിയിട്ടാണ്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ അപ്പനെ വെറുക്കണോ? അമ്മയെ വെറുക്കണോ? ഭാര്യയെ വെറുക്കണോ? മക്കളെ വെറുക്കണോ? സഹോദരിമാരെയും സ്വന്തം ജീവനും വെറുക്കണോ? അതൊരു അതിശയോക്തിയാണ്. അതായത് എല്ലാത്തിനും മേലെ ഏറ്റവും നമ്മുടെ പ്രാഥമിക പ്രതിബദ്ധത കർത്താവിനോടായിരിക്കണം എന്നത് ഒരല്പം അതിശയോക്തി കലർത്തി പറയുകയാണ്. ആ വെറുക്കാതിരിക്കുക എന്നുള്ള വാക്കിന് അർത്ഥം അതാണ്. ഈ ചിലപ്പോഴൊക്കെ കർത്താവ് ഇങ്ങനെ അല്പം തമാശ കലർത്തി പറയാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ധനികനായ ഒരു യുവാവ്, ഭരണാധികാരി, അദ്ദേഹത്തെക്കുറിച്ചുള്ള 3 വർണ്ണന നോക്കിയാൽ: യുവാവ്, ഭരണാധികാരി, ധനികൻ. ചെറുപ്പത്തിലെ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രനർ. യുവാവാണ്, ഭരണാധികാരിയാണ്, ഒരു സിറ്റിയുടെ മേയറോ അങ്ങനെ ഒരാൾ, നല്ല പണക്കാരനാണ്. അപ്പം ചെറുപ്പത്തിലെ ഭൗതികമായി നോക്കിയാൽ വിജയം പ്രാപിച്ച ഒരാൾ. അവൻ വന്നു, ഈ യുവാവ് കർത്താവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ സൂക്ഷിച്ച് നോക്കി സ്നേഹിച്ചിട്ട് പറഞ്ഞു, കൽപ്പനകൾ അനുസരിച്ചാൽ മതി. അപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അത് അങ്ങോട്ട് മുഴുവൻ ശരിയല്ല, നിനക്കൊരു കുറവുണ്ട്. എന്താണ് കുറവ്?
ആ കുറവ് പരിഹരിക്കാൻ നീ 5 കാര്യങ്ങൾ ചെയ്യണം. ഗോ ബാക്ക്, തിരിച്ചു പോകുക. സെൽ എവറിഥിങ്, എല്ലാം നിനക്കുള്ളത് മുഴുവൻ വിൽക്കുക. ഗിവ് ടു ദ പൂവർ, എന്നിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. ദെൻ യു വിൽ ഹാവ് റിച്ചസ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ നിൽക്കുന്ന നിക്ഷേപം ഉണ്ടാകും. അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപമുള്ളപ്പോൾ കം ബാക്ക്, തിരിച്ചു വരിക. ആൻഡ് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. തിരിച്ചു പോവുക, എല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരിക, എന്നെ അനുഗമിക്കുക. ഒരു കുറവ് പരിഹരിക്കാൻ 5 കാര്യങ്ങൾ ചെയ്യണം. അവിടെ മർക്കോസ് പറയാണ്, അവൻ സങ്കടത്തോടെ തിരിച്ചു പോയി. സങ്കടത്തോടെ. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് വന്ന യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയി. കർത്താവ് അവനെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സുവിശേഷകൻ. അതായത് ഇവൻ ഒരു യുവാവാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ അവനൊക്കെ സ്നേഹിച്ച് അവൻ കർത്താവിനെ അനുഗമിക്കട്ടെ നമുക്ക് വിചാരിച്ചു. പക്ഷെ ഇവൻ സങ്കടത്തോടെ തിരിച്ചു പോയി. സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ കർത്താവിന് ചെറിയൊരു നിരാശയായി. കർത്താവ് എന്താ പറഞ്ഞത്? ഇവനൊക്കെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഭേദം ഒട്ടകം സൂചിക്കൊട്ടിലൂടെ കിടക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക? ഇവനൊക്കെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഭേദം കാക്ക മലർന്ന് പറക്കുന്നതാണ്. ഇല്ലേ? കാക്ക മലർന്ന് പറക്കുക അതൊരു അതിശയോക്തിയാണ്. ഒട്ടകം സൂചിക്കൊട്ടിലൂടെ കിടക്കുക അതൊരു അതിശയോക്തിയാണ്. പിശീത്ത ബൈബിളിൽ കയറെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ സൂചിക്കുഴയും ഇല്ലേ, സൂചിയുടെ തുള വളരെ വലുതും കയറുമാണെങ്കിൽ തള്ളിക്കയറ്റാവുന്ന മട്ടിലാണ്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഉദ്ദേശിക്കുന്നത് ഈ കമേലോസ് എന്ന വാക്കിനെ ക്യാമൽ എന്നാണ്. അത് ഒരു സ്പെല്ലിംഗ് മാറിയാൽ കമീലോസ്, കയറെന്നർത്ഥം കിട്ടും. പക്ഷെ കമേലോസ് എന്നാണ് എല്ലാ കയ്യെഴുത്ത് പ്രതിലും കിടക്കണേ, കയറെന്നല്ല. പിശീത്തയിൽ സുറിയാനിൽ അങ്ങനെയായിരിക്കാം. ഇവിടെ കമേലോസ് എന്ന് പറഞ്ഞാൽ ക്യാമൽ എന്ന് തന്നെയാണ്. സൂചിക്കുഴ എന്ന് വെച്ചാൽ സൂചിയുടെ കുഴ തന്നെ. അല്ലാണ്ട് ജെറൂസലം ദേവാലയത്തിൽ പട്ടണത്തിൽ അങ്ങനെ ഒരു കവാടം ഉണ്ടായിരുന്നൊക്കെ പറയുന്നതൊന്നും ഇതുവരെ ചരിത്രപരമായിട്ട് തെളിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ കർത്താവ് അതിശയോക്തി പറയാണ്. നമ്മുടെ നാട്ടിൽ കാക്ക മലർന്ന് പറക്കും എന്ന് പറയുന്നത് പോലെ ഈ കർത്താവ് പറയാണ്, ഇവനൊക്കെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവചിക്കുന്നതിനേക്കാൾ ഭേദം ഒട്ടകം സൂചിക്കൊല്ലയുടെ കിടക്കുന്നതാണ്. അതൊരു അതിശയോക്തിയാണ്. പക്ഷേ ആ അതിശയോക്തിയിലൂടെയാണ് സന്ദേശം കൈമാറുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് യഹൂദരുടെ ഒരു പ്രബോധന ശൈലിയാണ്. അല്പം അതിഭാവുകത്വം കലർത്തി അതിശയോക്തി കലർത്തി പറയുക. ഈ പുത്രനെ പോലുമോ എന്നുള്ള ആ വചനത്തിന് ഒരു അതിവർണ്ണനയാണ്. എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന സത്യത്തെ അതിശയോക്തി കലർത്തി അല്പം ആലങ്കാരിക പ്രയോഗം ഉപയോഗിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം. പുത്രനെ പോലുമോ അറിയില്ല എന്നത്. അപ്പം ഇത് കുറച്ചുകൂടി പറഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് കിട്ടുക. നമ്മൾ ആദ്യമായി ഓർക്കേണ്ടത്, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള വചനങ്ങളുണ്ട്. 2 തരത്തിൽ. അവൻ ദൈവമാണ്, മനുഷ്യനുമാണ്. അതിന് 2 തരത്തിലുള്ള വചനങ്ങളുണ്ട്. അത് നമ്മൾ ഓർക്കണം. ഈ 2 തരത്തിലുള്ള വചനങ്ങളും സത്യമാണ്. 2 തരത്തിലുള്ള വചനങ്ങളും ബൈബിളിലുള്ളതാണ്. യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ് ഒരു ഗണത്തിലുള്ളത്. അതേസമയം ദൈവം മനുഷ്യനായപ്പോൾ ആ മനുഷ്യനായ യേശുവിന് ചില പരിമിതികളുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് മറ്റു ചില വചനങ്ങൾ. 2 ദൈവത്തിൻ്റെ വെളിപാടായ ബൈബിളിൽ ഉള്ളത് കൊണ്ട് 2 സത്യമാണ്. അവ പരസ്പര വിരുദ്ധമല്ല, ഒന്നും മറ്റൊന്നിനെ റദ്ദാക്കുന്നതല്ല. 2 തരത്തിലുള്ള വചനങ്ങളും സത്യമാണെങ്കിൽ ആ സത്യത്തിൻ്റെ രഹസ്യമാണ് നാം കണ്ടെത്തേണ്ടത്. 2 തിരുവചനമാണ്, 2 സത്യമാണ്. പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തോ രഹസ്യമുണ്ടെന്നാണ്. വൈരുദ്ധ്യമല്ലത്, രഹസ്യമാണ്. ആ രഹസ്യമാണ് നമ്മൾ തേടി പോകേണ്ടത്. യേശു ദൈവമാണെന്ന് അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയുള്ള തിരുവചനങ്ങൾ നോക്കുക. ഞാനും പിതാവും ഒന്നാണ്, യോഹന്നാൻ 10:30. കാരണം വചനം ദൈവമായിരുന്നു, യോഹന്നാൻ 1:1. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, യോഹന്നാൻ 1:14. ദൈവം തന്നെയായ ഏകജാതനാണ് ഈ വചനം മാംസമായ ആള്, യോഹന്നാൻ 1:18. സർവ്വസമ്പൂർണതയും വസിക്കുന്ന യേശുവിൽ, കൊളോസ്യസ് ലേഖനം 1:19, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നതിനാൽ, കൊളോസ്യസ് ലേഖനം 2:9, തോമാസ് ലീഗ അവനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ് വിളിച്ചത്, യോഹന്നാൻ 20, 28, 29. ദൈവപിതാവ് പോലും പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 1:8 വായിച്ചു നോക്കിയാൽ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് എന്ന് പുത്രൻ തമ്പുരാനെ വിളിച്ചിട്ടാണ് ദൈവപിതാവ് പറയണേ. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ദൈവപിതാവ് പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. ഹെബ്രായ ലേഖനം 1:8. യഹോവ സാക്ഷികൾ ഇത് കേൾക്കണം കേട്ടോ, നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്ക്. മാത്രമല്ല ദൈവത്തിന് സകല മാലാഖമാരും യേശുവിനെ ആരാധിക്കണമെന്ന് ദൈവപിതാവ് കൽപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 1:6. അതായത് ദൈവത്തിന് സകല മാലാഖമാരും യേശുവിനെ ആരാധിക്കണം. യഹോവ സാക്ഷികളെ കേൾക്കൂ, യേശുവിനെ ആരാധിക്കണം. യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും
അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവാണെന്ന്, യാഹ്വയാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും വേണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:10-11. ദൈവം തന്നെയായ ആ ലോഗോസാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാൻ 1:14. ഇവയെല്ലാം സത്യവേദമായ ബൈബിളിലെ തിരുവചനങ്ങളാണ്. ഇവയുടെ എല്ലാം വെളിച്ചത്തിലാണ് പിതാവും പുത്രനും തമ്മിലുള്ള അത്യഗാധമായ ബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യം സഭ ഇങ്ങനെ അവതരിപ്പിച്ചത്. സത്യമായും ദൈവമായിരിക്കെ തന്നെ യേശു സത്യമായും മനുഷ്യനാണ്. സത്യമായും ദൈവമായിരിക്കെ തന്നെ യേശു സത്യമായും മനുഷ്യനാണ്. സത്യമായും ദൈവവും സത്യമായും മനുഷ്യനുമാണ് യേശു ക്രിസ്തു. കത്തോലിക്ക സഭയുടെ മതബോധനം 464. ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സത്തയിൽ പിതാവുമായി ഏകത്വമുള്ളവനും എന്ന് നിക്കാ വിശ്വാസ പ്രമാണത്തിൽ അത് എഴുതി ചേർത്തു. ക്രിസ്തുവർഷം 325. ഇതെല്ലാം തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. ഈ തിരുവചനങ്ങളെല്ലാം പറയുന്നത് യേശു ദൈവമാണ് എന്നാണ്. യേശു ദൈവമാണ്. ദൈവമായവൻ മനുഷ്യത്വം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നു. അവൻ മനുഷ്യനായി കാണപ്പെടുകയല്ല ചെയ്തത്, മനുഷ്യനായി, ശരിക്കും മനുഷ്യനായി. അവന് മാനുഷിക ചിത്തവും ബുദ്ധിയും അറിവും ആത്മാവും ഉള്ള പൂർണ്ണ മനുഷ്യൻ. മനുഷ്യനായി വന്ന യേശു കാലദേശങ്ങൾക്കുള്ളിൽ ജീവിച്ചപ്പോൾ അറിവിലും ആകാരവടിവിലും വളർന്നു വന്നുവെന്ന് ലൂക്കാസ് പറയുന്നുണ്ട്. മനുഷ്യനായി വന്ന ദൈവമായ യേശു കാലദേശങ്ങൾക്കുള്ളിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ അറിവിൽ വളർന്നു, ആകാരവടിവിൽ വളർന്നു. ലൂക്ക 2:52. കാരണം അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ ശൂന്യവൽക്കരിച്ചു. ഫിലിപ്പിയ ലേഖനം 2:6-8. കത്തോലിക്ക സഭയുടെ മതബോധനം 472. ദൈവപുത്രന്റെ മനുഷ്യഭാവം അതിൽ തന്നെയല്ല വചനവുമായ ഐക്യതയിൽ ദൈവത്തിന് ചേർന്നതൊക്കെയും അറിയുകയും തെളിയിക്കുകയും ചെയ്തു. ദൈവമായ വചനം മാംസം ധരിച്ചതാണല്ലോ യേശു. അതിനാൽ തന്നെ അവൻ്റെ ആളത്വത്തിലെ ദൈവിക ജ്ഞാനവുമായുള്ള അവൻ്റെ ഐക്യത നിമിത്തം ക്രിസ്തു താൻ വെളിപ്പെടുത്താൻ വന്ന നിത്യമായ പദ്ധതികളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവ് തൻ്റെ മാനുഷിക വിജ്ഞാനത്തിൽ അനുഭവിച്ചിരുന്നു. അത് കർത്താവ് പറയുന്നുണ്ടത്. എൻ്റെ പിതാവ് സകലവും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. മത്തായി 11:27. ഞാൻ പിതാവിനെ അറിയുന്നു. യോഹന്നാൻ 8:55. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന് കയ്യിൽ കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 3:35. ഈ സത്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനല്ല ആ ദിവസത്തെക്കുറിച്ചും ആ നാഴികയെക്കുറിച്ചും ആ മണിക്കൂറിനെക്കുറിച്ചും പുത്രന് പോലും അറിയില്ല എന്ന് യേശു പറയുന്നത്. ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ യേശു ദൈവമാണെന്നും എല്ലാം അറിവുണ്ടെന്നും സ്ഥാപിക്കുന്ന തിരുവചനങ്ങളാണ്. ഈ സത്യങ്ങളെയോ വചനങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ റദ്ദാക്കാനോ അല്ല ആ ദിവസത്തെക്കുറിച്ചും ആ മണിക്കൂറിനെക്കുറിച്ചും പുത്രന് പോലും അറിയില്ല എന്ന് യേശു പറയുന്നത്. മറിച്ച് പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം, ആ മണിക്കൂർ ഏതെന്ന് മനുഷ്യരോട് വെളിപ്പെടുത്താൻ പുത്രന് അവകാശമില്ല. കാരണം അത് അവൻ്റെ പ്രവാചക ശുശ്രൂഷയുടെ ഭാഗമല്ല. വിശുദ്ധ ആഗസ്തീനോസാണ് ഇത് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീസിസിനകത്ത് വിശുദ്ധ ആഗസ്തീനോസ് പറയാണ്, പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം, ആ മണിക്കൂർ ഏതെന്ന് മനുഷ്യരോട് വെളിപ്പെടുത്താൻ പുത്രന് അവകാശമില്ല. കാരണം അത് അവൻ്റെ പ്രവാചക ശുശ്രൂഷയുടെ ഭാഗമല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, പിന്നെ എന്തിനാ പുത്രനെ പോലും അറിയില്ല, എനിക്ക് വെളിപ്പെടുത്താൻ അവകാശമില്ലെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് അറിയില്ല എന്ന് പറഞ്ഞത്, പുത്രനെ പോലും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞത്? പറഞ്ഞതിനർത്ഥം ഇതാണ്: ലോകാവസാനം സുനിശ്ചിതമാണ്, ശരിക്കും സംഭവിക്കും. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പുത്രന് അധികാരമില്ല. കാരണം അത് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല പുത്രൻ അയക്കപ്പെട്ടിരിക്കുന്നത്. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. സ്ലീഹന്മാരുടെ നടപടി 1:7 കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഉത്തരനായ കർത്താവ് പറയുന്നുണ്ട്. അതായത് തൻ്റെ പിതാവുമായി ഐക്യതയിലായിരിക്കുന്നതിനാൽ പുത്രന് തൻ്റെ നിയോഗത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. തൻ്റെ പിതാവുമായി പൂർണ്ണമായും ഐക്യതയിലായിരിക്കുന്നതിനാൽ പുത്രൻ തമ്പുരാന് തൻ്റെ നിയോഗത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തൊക്കെ വെളിപ്പെടുത്താനായി താൻ അയക്കപ്പെട്ടുവോ അത് മാത്രമേ പുത്രന് വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധനം 474. ഈ കാര്യം അല്പം അതിശയോക്തി കലർത്തി, നമ്മൾ തുടക്കത്തിൽ കണ്ട യഹൂദന്മാരുടെ പ്രബോധന ശൈലി, അതിശയോക്തി, അതിഭാവുകത്വം കലർത്തി, അതിവർണ്ണന കലർത്തി ഒരു ചെറു പുഞ്ചിരിയോടെ യേശു പറയാണ്, അത് പുത്രനെ പോലും അറിയാത്ത കാര്യമാണ്. അങ്ങനെയാണ് പറയുന്നത്. എപ്പോഴാ ലോകാവസാനത്തിൻ്റെ മണിക്കൂർ, ആ നാഴിക എപ്പോഴാ? പിന്നെ അത് പുത്രനെ പോലും അറിയില്ല. അതങ്ങനെ ഒരു പ്രസ്താവനയായിട്ടല്ല, അതിശയോക്തി കലർത്തി റബ്ബിമാരുടെ പ്രബോധന ശൈലി സ്വീകരിച്ച്
പുത്രനെ പോലെ അറിയാത്ത കാര്യം ചോദിക്കണേ? അറിയാത്തത് കൊണ്ടല്ല, വെളിപ്പെടുത്താൻ അവകാശമില്ലാത്തത് കൊണ്ട്, അധികാരമില്ലാത്തത് കൊണ്ട്, ഇല്ലേ, പുത്രനെ പോലെ അറിയില്ല എന്ന് പറയാണ്. അറിയാത്തത് കൊണ്ടല്ല, പിതാവുമായിട്ട് എല്ലാ കാര്യത്തിലും ഐക്യതയുള്ളതുകൊണ്ട് അവനറിയാം. പക്ഷേ അറിയുന്ന കാര്യം വെളിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഒരല്പം ചെറു പുഞ്ചിരിയോടെ ഒരല്പം അതിശയോക്തി കലർത്തി പറയാണ്, പുത്രനെ പോലെ അറിയാത്ത കാര്യം ചോദിക്കണേ. അത് അറിയാത്തത് കൊണ്ടല്ല, വെളിപ്പെടുത്താൻ അധികാരമില്ലാത്തത് കൊണ്ടും അവകാശമില്ലാത്തത് കൊണ്ടുമാണ്. കാരണം പിതാവിൻ്റെ കിതാബ് വെളിപ്പെടുത്താൻ പാടില്ലെന്നാ. പിതാവ് അത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുത്രന് വെളിപ്പെടുത്താൻ കഴിയില്ല. സമയമൊക്കെ അറിയാം, അതൊക്കെ പുത്രനറിയാം. അതിനുള്ള തെളിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ വെളിപ്പെടുത്താൻ അവകാശമില്ല, അധികാരമില്ല. അത് പിതാവും പുത്രനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ്. അപ്പോൾ പിന്നെയും ചോദിക്കാൻ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും ചോദിക്കും. ചിലപ്പോൾ എനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും പ്രേരിപ്പിക്കും. എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാലോ? പുത്രനെ പോലെ അറിയില്ല. അപ്പം നുണയാണോ? നുണയല്ല. അത് നമ്മൾ എല്ലാ വചനങ്ങളെയും പ്രസ്താവനകളായിട്ട് കണ്ടാൽ നമുക്ക് നുണയായിട്ട് തോന്നും. അതിനെ അതിശയോക്തിയായിട്ടും അത്യുക്തിയായിട്ടും, അതായത് ഒരു സത്യം ഊന്നി പറയാൻ വേണ്ടി അല്ലേ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അത് ഭയങ്കര ശക്തമായൊരു വചനമാണ്. ദൈവത്തിൻ്റെ ആലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അത് നൽകുന്നൊരു പഞ്ചുണ്ടല്ലോ, ആ പഞ്ച് ഡയലോഗാണ് അത് പുത്രനെ പോലെ അറിയില്ല. കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതിനു മുമ്പത്തെ വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ നിങ്ങൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കേൾക്കണം. ഇത് യഹോവ സാക്ഷികൾക്ക് ഉത്തരം കൊടുക്കാനുള്ള സംഗതി കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.